ആനപ്പള്ളി പോയിട്ട് അത്യാവശ്യം നല്ല ചൂട് രാവിലെ തന്നെയുണ്ട്. നേരെ പോകുന്നത് കുറച്ച് രക്തം കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് എൻ്റെ മെഡിക്കലായിരുന്നു. മെഡിക്കലെല്ലാം കഴിഞ്ഞതിന് ശേഷം നേരെ ഓഫീസിലോട്ട് പോയി. ഓഫീസിൽ നിന്നും തിരിച്ച് വീട്ടിലെത്തിയതും പാത്തുവിൻ്റെ വക പേൻ നോക്കലാണ്. പണ്ടെൻ്റെ ഉപ്പയൊക്കെ എന്നോട് കളിച്ചതുപോലെ തന്നെ തലയിൽ നിന്നൊരു പേനെടുത്ത 1 ദിർഹംസ് കൊടുക്കാമെന്ന് പറഞ്ഞു. എൻ്റെ കയ്യിൽ നിന്ന് നാണയത്തൊട്ട് കിട്ടുമെന്ന പ്രതീക്ഷയിൽ അവൾ നോക്കിക്കൊണ്ടേയിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ പേന്നോട്ടമെല്ലാം മാറി അവളുടെ തക്കുടുവായി മാറി. സ്വന്തം മക്കളുടെ കൂടെ ഇതുപോലെ കളിക്കാൻ കിട്ടുന്നതും ഒരു ഭാഗ്യം തന്നെയല്ലേ. കെട്ടിയോളുടെ വണ്ടിയെടുത്ത് നേരെ പോകുന്നത് ഹോസ്പിറ്റലിലോട്ടാണ്. ദേ ഈ പുറകിൽ കിടന്നുറങ്ങുന്നവളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. വണ്ടിയിൽ കയറിയ എല്ലാ മക്കളെ പോലെ തന്നെ കയറി അങ്ങ് കിടന്നുറങ്ങും. അതാണ് സാധാരണ സംഭവിക്കാറ്. താഴത്തെ നിരയിലെ മുമ്പിലെ ഒരു പല്ലളകുന്നുണ്ട്. അതിന്റെ പുറകിലൂടെ മറ്റൊരു പല്ല് വരുന്നുണ്ട്. എന്തായാലും അതങ്ങെടുത്ത് കളഞ്ഞേക്കാം എന്ന് കരുതി നിമിഷങ്ങൾ കൊണ്ട് തന്നെ അതങ്ങ് റിമൂവ് ചെയ്തു. ഐസ്ക്രീം വാങ്ങിത്തരാം എന്ന് പറഞ്ഞ വാക്കിന്റെ പുറത്താണ് ഇത്രയും സ്മാർട്ടായിട്ടിരുന്നത്. എങ്ങനെ കളയാ? ആനപ്പള്ളി പോയിട്ട് ആനപ്പല്ല് പോയി കീരിപ്പല്ല് ഇരട്ടേന്ന് പറയണം. അപ്പൊ മുളക്കും. അടുത്ത മാസം നമ്മള് അങ്ങ് പുറത്ത് നോക്കുമ്പോലെ വലിയ പല്ല അവിടെ കുറെ വലുതായിട്ട് അവിടെ കാണാം. എന്തായാലും പറഞ്ഞ വാക്ക് പാലിക്കണമല്ലോ. ഐസ്ക്രീം വാങ്ങിക്കൊടുത്തു. ഞാനൊരു ചായയും ഇലയുടെയും കഴിച്ചു. നേരെ വീട്ടിലോട്ട് വിട്ടു. ആകാശത്തിന്റെ നിറം മാറിക്കൊണ്ടിരിക്കുന്നു. വീട്ടിൽ ചെന്നതും നല്ല നെയ്ച്ചാളയും കപ്പയും ഒന്നും നോക്കിയില്ല. പഴങ്കഞ്ഞിയിലോട്ടിട്ട് ഒരു പിടുത്തങ്ങ് പിടിച്ചു. കൂടെ കട്ടൻ. നമ്മുടെ നാടിന് ഓർമ്മ വരുന്ന പഴമയുള്ള ഭക്ഷണം കഴിക്കുന്നത് എനിക്ക് എപ്പോഴും ഇഷ്ടം. പ്രത്യേകിച്ച് കപ്പയും മത്തിയും എന്ന് പറയുന്നത് വല്ലാത്തൊരു വികാരം തന്നെയാണ്. എൻ്റെ നാട്ടിൽ കപ്പക്ക് പൂള എന്നാണ് പറയുന്നത്. നല്ല പൊടിയുള്ള പൂളയും നല്ല നെയ്ച്ചാളയും കൂട്ടി കഴിക്കുക എന്ന് പറയുന്നത് അത് വല്ലാത്തൊരു രസം തന്നെയാണ്. അവസാനം ആ സൂപ്പും പാട ഇരുന്നങ്ങ് കുടിച്ചു. എനിവേ, താങ്ക് യു സോ മച്ച്.